വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഇരുവേറ്റിയിലുള്ള ഇക്ബാൽ ഷാനിബ ദമ്പതികളുടെ കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. 2500 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് മൊത്തത്തിലുള്ളത്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ചെറിയ വീടാണെന്ന് തോന്നുകയെങ്കിലും അകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇത് നീളത്തിലുള്ളൊരു പ്ലോട്ടിൽ ചെയ്തെടുത്ത വീടാണ്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് നീളത്തിലായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിലെല്ലാം ഗ്രാനൈറ്റും ഫ്ലോറിങ്ങിനായിട്ട് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫ്രണ്ട് ഡോറ് വരുന്നത്. സിമ്പിൾ ഡിസൈനിലാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ കിടക്കുന്ന ഒരു ഫോയർ ഏരിയയിലേക്കാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാളിൽ ഇതുപോലെ പെർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോയർ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇവിടെ ആയിട്ട് ലിവിങ് ഏരിയ ഉണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ ഫോയർ ഏരിയയുടെ ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് ഉണ്ട്. ഇവിടെ ആയിട്ട് ബെഡ്റൂം ഹാളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിവിങ് ഏരിയ കണ്ട് നോക്കാം. സിമ്പിളാക്കി ഡിസൈനിൽ ലിവിങ് ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർക്കൊരു ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫർണിച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ വുഡിൻ്റെ ഫർണിച്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ എവിടെ എത്തിച്ചു തരും. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫ സെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഒലിവ് ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടാണ് അവർ ഷോപ്പുകൾക്കൊക്കെ ഫർണിച്ചർ കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും കേട്ടോ ഫർണിച്ചേഴ്സൊക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഒലിവ് ഗ്രീൻ കളറിലാണ് കേട്ടോ ഈ സെറ്റ്. അതുപോലെ ഒരു ക്രീം കോമ്പിനേഷനിലാണ് സെറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ റോമൻ കർട്ടനും ചെയ്തിട്ടുണ്ട്. ഏരിയയിൽ നിന്നും ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്ന ഇവിടെയായിട്ട് നല്ല ഭംഗിയിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ മൈക്ക ഫിനിഷിങ്ങിലാണ് ആ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ്ങിലേക്ക് പ്രവേശിച്ചു. ഡൈനിങ് നീളത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് കുട്ടികൾക്ക് കളിക്കാനൊരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിവിംഗ് ഒക്കെ നല്ല ഹൈറ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഫോയർ ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇതാ എവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നീളത്തിലാണ് കേട്ടോ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. സെൻട്രലായിട്ട് വുഡ് കൊണ്ടുള്ള കട്ടിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ 3 ഭാഗത്തും വെന്റിലേഷനും നല്ലോണം റൂമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജനലും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിലെ ടൈല് കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈറ്റും അതുപോലെ ഒരു ഒലിവ് ഗ്രീൻ കളറിലാണ് കേട്ടോ. അതുപോലെ ഫ്ലോറിങ്ങിനായിട്ട് ബാത്റൂമിൽ മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലൊക്കെ എപ്പോഴും ടൈലിടുമ്പോൾ ഫ്ലോറിങ്ങിൽ മാറ്റ് ഫിനിഷ്ഡ് ടൈലിടുക കേട്ടോ. എപ്പോഴും പെട്ടെന്ന് വൈക്ക് വീഴുന്ന പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് വരുന്നത്. നീളത്തിലാണ് കേട്ടോ ഡൈനിങ് വരുന്നത്. ഒരു ഭാഗത്ത് ഇതാ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ലിവിങ്ങിലേക്ക് ഡൈനിങ്ങിൽ നിന്നും ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് മെയിൻ ഡോറ് കടന്നിട്ടും നമുക്ക് പ്രവേശിക്കാം. അതുപോലെ 2 എൻട്രി വരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീട്ടിൽ ഇതുപോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 പില്ലർ കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുന്ന് കളിക്കാനൊക്കെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുണ്ട്. കുറച്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ. ഫ്ലോറിംഗ് ലെവലിൽ നിന്നും കുറച്ച് താഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കണ്ടപ്പോൾ. നമ്മളാരും കുട്ടികൾക്ക് കളിക്കാനൊന്നും ഇതുപോലൊരു ഏരിയ ഒന്നും സെറ്റ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അവരുടെ ടോയ്സൊക്കെ വെച്ചിട്ട് അവർ ഈ ഒരു ഏരിയയിൽ പോയി കളിച്ചോളും. അപ്പോൾ ബാക്കിയുള്ള ഏരിയകളൊക്കെ നല്ല നീറ്റായി നിൽക്കുകയും ചെയ്യും.
പിന്നെ ഇതാ ഇവിടെയായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും അതുപോലെ വാഷ് ബേസ് ഏരിയയും കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്. ടൈലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ ടൈല് പർച്ചേസ് ചെയ്തിട്ടുള്ളത് സിൽവാൻ്റെ ഷോപ്പിൽ നിന്നാണ്. ഇതൊരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിലാണ് ഈ ഒരു ടൈല്. അതുപോലെ ഇവിടെയായിട്ട് വാഷ് ബേസ് ഏരിയ വരുന്നു. അവിടെ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂം കേട്ടോ. വുഡിൻ്റെ ഫർണിച്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഫർണിച്ചറൊക്കെ അവരുടെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കിയ ഫർണിച്ചറാണ്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വുഡ് കൊണ്ടുള്ള നല്ല ഫർണിച്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഡൈനിങ് ടേബിൾ വരുന്നത്. 8 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊരു ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇനി ഈ വീടിൻ്റെ കിച്ചണും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ, നീളത്തിലാണ് വരുന്നത് വീട് എന്ന് പറഞ്ഞല്ലോ. ഇവിടെയായിട്ട് കിച്ചൺ വരുന്നു. ഏറ്റവും ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ കിച്ചൺ വരുന്നത്. ഇതാണ് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിച്ചൺ കാണുന്നുള്ളവർക്ക് അതിൽ പോയാൽ കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫോർമൽ കിച്ചണ്. ഇവിടെയും ഗ്യാസ് അടുപ്പ്, സിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കിച്ചൻ്റെ ഫ്ലോറിങ്ങിനൊരു മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജ്, ഗ്യാസ് അടുപ്പ്, സിങ്ക് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വർക്കിംഗ് കിച്ചണും കൂടി ഉണ്ട്. അതിലാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഒരു കിച്ചണ്. മുകളിലെല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് കിച്ചണിലോട്ട് കിടക്കാം. ഇവിടെയായിട്ട് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിങ്കും കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിട്ട് കൊടുത്തേക്കാണ്. ഇവിടെ ഒരു സ്റ്റോറും ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ 2 കിച്ചണും ഉള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്കിൽ പോയാൽ ശരിക്കും കാണാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് സ്റ്റെയറും ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റിലും സൈഡിലൊക്കെ വൈറ്റ് കളർ സെയിം ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്ത ടൈലുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ നീളത്തിലൊരു ഏരിയയാണ് കാണാൻ കഴിയുന്നത്. താഴത്തെ അതേപോലെ തന്നെയാണ് കേട്ടോ. ഓരോ ഭാഗത്തായിട്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നു. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ലിവിങ് ഏരിയ നന്നായിട്ട് കാണാൻ കഴിയും. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മറ്റേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ടിയാട് പോലെയുള്ള ഏരിയ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നല്ല ഭംഗിയിലൊരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമും അതുപോലെ 2 ബാത്റൂമാണ് വരുന്നത്. ഇതുപോലെ ഇവിടെ ഒരു ഫോയർ ഏരിയ ഉണ്ട്. ഇവിടെയായിട്ടൊരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. താഴത്തെ സെയിം ടൈൽ തന്നെയാണ് കേട്ടോ ഇവിടെയും ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹാള് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ട് ഇട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഓപ്പൺ ടെറസ് വരുന്നു. ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ, അവിടെ ഓപ്പൺ ടെറസാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമും കൂടി കണ്ടു നോക്കാം. നീളത്തിൽ കുറേ നടക്കാനുണ്ടാവും കേട്ടോ ഈ ഒരു വീട്ടിൽ. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇതാ ഇവിടെയായിട്ടും ബാൽക്കണി വരുന്നുണ്ട്. ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീട്ടിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു വീടാണ്, നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഈ ഒരു വീട് ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ ഹോം റിലേറ്റഡ് വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കേണ്ട.